എല്ലാവർക്കും കൈമാറി. അതിലിപ്പോൾ മൂവാറ്റുപുഴയിൽ അവർ ഇന്ന് തന്നെയാണ് സംസ്കാരം ഉദ്ദേശിക്കുന്നത്. പാലാരിവട്ടത്തെ അവര് മെഡിക്കൽ മോർച്ചറിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ചയാണ് അവരുടെ ഫുണറൽ. മറ്റൊന്ന് പാലക്കാട്ടേക്കാണ്. എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. സാധാരണ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുമ്പോൾ യെല്ലോ ഫീവറിന്റെ വാക്സിനേഷൻ അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് അവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും അതിനനുസരിച്ചുള്ള ക്രമീകരണം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് വേണം കാര്യങ്ങൾ നടത്തേണ്ടതെന്നുള്ള പൊതു മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരമാവധി എല്ലാ രൂപത്തിലും കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട്. വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു വിനോദത്തിന് പോയവർ പെട്ടെന്ന് മറ്റൊരു രാജ്യത്ത് വെച്ച് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം കണ്ടു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആ വേദനയിൽ പങ്കുചേരുന്നു. ഇല്ല, അത് നമ്മളിപ്പോ ഇവിടുന്ന് ആംബുലൻസ് ഇറക്കി അവർക്കൊരു 3/4 മണിക്കൂർ അതിന് ആ രൂപത്തിൽ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ആംബുലൻസിൽ വെച്ച് തന്നെ ഞങ്ങളെല്ലാവരും അവർക്ക് ആദരവ് നൽകിയത്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ ചില മൂവാറ്റുപുഴയിലാണെങ്കിൽ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പാണ് അവർ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം നഷ്ടപ്പെടുത്താതെ അവർക്ക് എമിഗ്രേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ എയർപോർട്ട് ചെയ്തു കൊടുത്തു. മറ്റു സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റു പൊതുദർശനം അവരവരുടെ വീടുകളിൽ വെച്ചിട്ടാണ്. ഞാനിപ്പോ അകത്ത് പോയി കണ്ടിരുന്നു. 3 പേരെ പരിക്ക് പറ്റിയവരെ കണ്ടിരുന്നു. ഒരു അച്ഛനും മകനും മറ്റൊരു കുട്ടിയും 3 പേരെയും കണ്ടിരുന്നു. അവർ നേരെ ഹോസ്പിറ്റലിലേക്കാണ് അവര് പോകുന്നത്. അവർക്ക് ആവശ്യമായ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള വിവരങ്ങളാണ് മന്ത്രി പി രാജീവ് ഈ ഘട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൂവാറ്റുപുഴ സ്വദേശിയുടെയും പാലക്കാട് സ്വദേശികളുടെയും മൃതദേഹം അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകും. മാവേലിക്കര സ്വദേശിയുടെ മൃതദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിൽ സൂക്ഷിക്കും. അതിനുശേഷം ചൊവ്വാഴ്ച സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് മന്ത്രി ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നുണ്ട്. അവരൊരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റേണ്ടവരെ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഈ ഘട്ടത്തിൽ മന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. അതാണ് കെനിയയിൽ കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടമുണ്ടായത്. 9-ാം തീയതിയായിരുന്നു അപകടമുണ്ടായത്. ഖത്തറിൽ നിന്ന് വിനോദസഞ്ചാരത്തിന് പോയ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. ആ അപകടത്തിൽ 5 മലയാളികൾ മരണമടഞ്ഞു. അവരുടെ മൃതദേഹമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അല്പസമയം മുൻപ് എത്തിച്ചത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ളവരാണ് അവർ. മാവേലിക്കര, പാലക്കാട് സ്വദേശികൾ ആണ്, മൂവാറ്റുപുഴ സ്വദേശികളുമുണ്ട്. അവരുടെയൊക്കെ മൃതദേഹം അതത് ഇടങ്ങളിലേക്ക് എത്തിക്കും. ഒപ്പം പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കേണ്ടവരെ ആശുപത്രികളിലേക്കും മറ്റുള്ളവരെ അവരുടെ വീടുകളിലേക്കും സുരക്ഷിതമായി തന്നെ എത്തിക്കുകയാണ്. നോർക്ക റൂട്ട്സാണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയത്. നമ്മൾ